ഇന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവന്മാർക്കൊന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവന്മാർ ആദ്യം ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരുക്കാണ്. സിമ്പിളായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു പൊട്ട്, പിന്നെ സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈല്. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ ഞാൻ പാടീനെയും ഇവിടെ നിന്ന് ഇരുത്തിയിട്ടോ. ചെളി ഡ്രസ്സിൽ ചെളിയാക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഇന്ന് കുട്ടാട്ടന് ലീവാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി ഞങ്ങൾ തീരുമാനിച്ചിട്ട് പോവാൻ. അപ്പോൾ സന്തോഷത്തിൽ അങ്ങനെ പോവാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകില്ല, ആ സന്തോഷമാണ് മുഖത്ത് കാണുന്നത് കേട്ടോ. കൂട്ടുകാരനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബത്തേരിയിലേക്ക് പോകണം. നമ്മൾ മാക്സ് അല്ലെങ്കിൽ സ്റ്റുഡിയോന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൽപ്പറ്റയിലില്ല. അപ്പോൾ ബത്തേരിയിലാണ് ഇത് രണ്ടും കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബത്തേരിയിലേക്ക് പോണത്. അപ്പോൾ ഒത്തിരി ദൂരമുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ ആദ്യം എത്തിയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ കയറിയിട്ട് നമുക്ക് നോക്കിയിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാക്സിലേക്ക് പോകാമെന്നുള്ളത് നിന്നത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇവർക്കുള്ളതെല്ലാം കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെയാണ് എനിക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ അമ്പാടി ഒന്ന് വീണിട്ട് തലയുടെ ബാക്കൊന്ന് മുട്ടിയിട്ട് ചെറുതായിട്ടൊരു വലിയൊരു മുഴ വന്നു. അപ്പോൾ പിന്നെ ടെൻഷനായിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഇല്ല. അപ്പോൾ 2 വീഡിയോ ആയിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോന്ന് പിന്നെ കാണുന്നത് നമ്മൾ ഇവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വീഡിയോസാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ അവിടെ വെച്ചിട്ട് പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്പാടി ഒന്ന് വീണു. അപ്പോൾ അവന് തലയൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് മുഴക്കൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു ടെൻഷനിലൊന്നും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ വരെ പോയതല്ല, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തൊക്കെ എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ കാണിക്കാം. ഉണ്ണിക്കുട്ടനെ ഞാൻ ആദ്യം തന്നെ ഉണ്ണിക്കുട്ടനെ തന്നെയാണ് നമ്മൾ അവിടെ പോയിട്ട് നോക്കിയത്. ഉണ്ണിക്കുട്ടനെ പോയി നോക്കിയിട്ട് ഞാൻ ആദ്യം 6, 7, 8 സൈസാണ് കേട്ടോ നോക്കിയത്. കാരണം അവന് 7 വയസ്സായി. അപ്പോൾ ഞാൻ അവൻ്റെ ഏജ് അനുസരിച്ചിട്ട് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ അവനത് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 3 ബനിയൻ ആദ്യം എടുത്തതും 7, 8 സൈസിലാണ് കേട്ടോ. എന്നിട്ട് ഇട്ട് നോക്കിയപ്പോൾ ആൾക്കത് ഇട്ടപ്പോൾ ഭയങ്കര ലൂസ്, ഷോൾഡറൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അടുത്ത സൈസ്, അതിൻ്റെ താഴത്തെ സൈസ് എടുത്തു. 5, 6 ഇട്ട് നോക്കിയപ്പോൾ അവനക്ക് കുഴപ്പമില്ല, കറക്റ്റാണ്, ഇത്തിരി ലൂസുണ്ട്. അപ്പോൾ ആള് പണ്ടെന്ന് പറയുമ്പോൾ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, ചെറുതിൽ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4 UKG ഒക്കെ വരെ നല്ല LKG വരെ നല്ല വണ്ണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ UKG ആയപ്പോഴേക്കും നമ്മൾ ഇവിടേക്ക് വന്നൂല്ലോ. ഇവിടേക്ക് വന്നതിന് ശേഷം ആൾ വണ്ണം കുറഞ്ഞ് വരാണ് ചെയ്യണത്. വണ്ണം കുറയണോണ്ട് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി. വയ്യാണ്ടാവുമ്പോഴാണ് ഇങ്ങനെ ക്ഷീണം വരുന്നത്. അപ്പോൾ ഞാൻ ആ സൈസൊക്കെ മാറ്റിയിട്ടോ. അപ്പോൾ ആ സെയിം ഈ ബനിയനുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ 7, 8 സൈസിലുള്ള ബനിയനുകൾ ഞാൻ സെയിം തന്നെയാണ് എടുത്തത്. അതിന് അടുത്ത സൈസ് എടുത്തു എന്ന് മാത്രം കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ്. ഇതൊരു ടീൽ ബ്ലൂ ഒക്കെ ഇല്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. പീക്കോക്ക് ബ്ലൂവിലൊക്കെ പെടുന്നൊരു ഷെയ്ഡാണ്. അതിലിങ്ങനെ കുറേ വീടുകൾ കാണുന്നുണ്ട്, കുറേ വീടുകൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ വീടിൻ്റെ ലൈറ്റുകളാണെന്ന് തോന്നുന്നുണ്ട് ഈ മഞ്ഞ കളറുകളൊക്കെ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കളർ പിന്നെ അവനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കളർ എടുക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ബനിയൻ എടുത്തു. റേറ്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ ഒരു കളർ എടുത്തു. പിന്നത്തെ കളർ അവൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഗ്രീന്, നല്ല ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു ഗ്രീനില്ലേ, നല്ല ഗ്രീനാണ് കേട്ടോ. ഇതിലും ഡയറക്റ്റ് കാണുമ്പോഴും കളറിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതിലിങ്ങനെ കുറേ എഴുത്തും ഒരു സ്കൾട്ടനൊക്കെ കണ്ടപ്പോൾ ദേവാനന്ദിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എടുത്തതാണ് ഈ ഒരു ടീഷർട്ട്. ഇതും അവനിട്ടിട്ട് കുഴപ്പമില്ല, ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനത്തെ ഷെയ്ഡൊന്നും അവനില്ല. അപ്പം ഞാൻ ഇല്ലാത്തല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ആളുടേതായ കുറേ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ വലുതായി വരല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചമർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അവൻ്റെ ഇഷ്ടത്തിനും കൂടി അങ്ങനെ കൊടുത്തു. ഇത് അവൻ്റെ അച്ഛന് ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ. അച്ഛൻ വളരെ സിമ്പിളായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബനിയൻ ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെയാണ് ബാക്ക് വശം കണ്ടു. ബാക്കിലാണ് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു ഷെയ്ഡ് എടുത്തു. ഇതൊക്കെ ഒരു ന്യൂഡിലൊക്കെ പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ എന്ത് കളറെന്ന് പറയുക, ഇതിൻ്റെ കളർ പറയാൻ എനിക്കറിയില്ല, അത് കാരണം ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ അവന് 3 ബനിയനാണ് കേട്ടോ നമ്മളെടുത്തത്. ഈ 3 ബനിയന്, ഒരു ബനിയന് 179 രൂപയാണ് വരുന്നത് കേട്ടോ. ഒരു ബനിയന് 179 രൂപ. അപ്പോൾ ഞാൻ തൃശ്ശൂരുള്ള സമയത്തും മാക്സ്, ട്രെൻഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ എന്നൊക്കെയാണ് ഇവർക്കുള്ള ബനിയനും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. കാരണം മെറ്റീരിയൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നാശാവണം, വല്ലാണ്ട് പെട്ടെന്ന് നാശാവണ പോലെ തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ നോർമൽ ഷോപ്പുകളിൽ പോയിട്ട് എടുക്കണം
ബനിയനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞു പൊലിഞ്ഞൊക്കെ പോണ പോലെ തോന്നാറുണ്ട്. ഇതങ്ങനെ ഒരു പ്രശ്നം തോന്നില്ല. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് തന്നെ നമ്മൾ പിള്ളേർക്കുള്ളതും ചേട്ടനുള്ളതൊക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ എടുക്കണത് കേട്ടോ. പിന്നെ ദേ അവനൊരു ഒരു പാൻറ്, അത് ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്, അതുപോലെ തന്നെ എലാസ്റ്റിക് ഉണ്ടോ, ഇങ്ങനത്തെ ഒരു മോഡൽ. പിന്നെ ഇതിൻ്റെ ഈ അടിവശം കണ്ടപ്പോൾ അവന് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തതാണ്. ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. അങ്ങനെ ഞങ്ങൾ ജീൻസൊക്കെ കുറേ നോക്കി. ജീൻസ് അവൻ്റെ സൈസ് ഈ 5-6 സൈസ് നോക്കുമ്പോൾ ചെറിയൊരു ചെറുത് പോലെ തോന്നും നമുക്ക്. പിന്നെ ബനിയൻ പോലെയല്ല, ജീൻസ് നോക്കിയപ്പോൾ 5-6 ചെറിയ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ എത്താപത്ത പോലെ ആയിട്ട് അന്ന് എത്തുന്നുണ്ടെങ്കിൽ എത്തും, എന്നാൽ ഒരു 2 മാസം കഴിഞ്ഞ് വീണ്ടും ഇത് ഇങ്ങനെ പാകല്ലാണ്ടാവും എന്നുള്ളൊരിത്. അപ്പം നമ്മൾ എടുത്തില്ല. 7 നോക്കിയപ്പോൾ ഭയങ്കര എന്താ പറയുക, വലുപ്പവും പിന്നെ ഒരു ലെങ്ത്തും കൂടുതൽ. അപ്പോൾ നമ്മൾ ജീൻസും മറ്റേ പാൻറ്റുമായിട്ട് എടുത്തില്ല, ഇങ്ങനത്തെ ഒരു നോർമൽ പാൻറ്റായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ പുറത്തേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ ഇടാമല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതിനധികം റേറ്റ് ഇല്ല കേട്ടോ, 399 രൂപ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല മെറ്റീരിയലിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ഈ ഒരു 4 സെറ്റ് എടുത്ത് അവനെ ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ നമ്മുടെ അമ്പാടിയിലേക്ക് വന്നു കേട്ടോ. അമ്പാടിക്കാണ് ഡ്രസ്സുകൾ കുറവ് നമുക്ക്. സായിദേവിനെ ആദ്യം എടുത്തത്, ഇതൊക്കെ അവൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ. കണ്ട ഈ ഒരു ബനിയൻ, ഇതൊരു വൈറ്റിലൊരു ബ്ലാക്കും ഗ്രേയൊക്കെ കൂടിയിട്ട് കളർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. കുഴപ്പമില്ല. അവന് ഞാൻ 2-3 വയസ്സിൻ്റെ തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ആൾക്ക് 3 വയസ്സാവാനാണ് പോണത്. അപ്പോൾ 2-3 തന്നെ ലൂസാണ്, അപ്പോൾ അതെടുത്തു. പിന്നെ വരുന്നത് ഏതാ, ഈ ഒരു ബനിയൻ, ഇതും അവൻ്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തത് തന്നെയാണ്. ഇതും അതെ, ഫ്രണ്ടിൽ വളരെ സിമ്പിളായിട്ടൊരു റൗണ്ട് മാത്രം, ഒരു സ്മൈലി മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിലാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ അവർ നടത്തിയിരിക്കുന്നത്, ഇങ്ങനെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ABCD ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു കളർ എടുത്തു കേട്ടോ. ഇതൊരു പച്ചയിലൊക്കെ പെടുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. കാണുന്നുണ്ട പച്ചയിലൊക്കെ പെടുന്നൊരു ഷെയ്ഡാണ്. പിന്നെ ഒരു ഷെയ്ഡ് എടുത്തു, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു കളറാണ് കേട്ടോ, ഈ ഒരു പച്ച. പിന്നെ ഇത് ഇടാനും കുറച്ചും കൂടി കംഫർട്ടബിളാണ്, മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബനിയൻ എടുത്തു. മറ്റേ 2 ബനിയനില്ലേ, ഈ 2 ബനിയൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത്, ഈ 2 ബനിയൻ്റെ റേറ്റ് 149 രൂപ. ഒരെണ്ണത്തിന് 149 രൂപ. ഇതിന് 249 രൂപയാണ് ഈ ഒരു മെറ്റീരിയൽ. 100 രൂപ കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, നല്ലതല്ലേ എന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അമ്പാടിക്ക് ഡ്രസ്സുകൾ ഇത്തിരി കുറവാണ്, അപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ ഇത് കൂട്ടായിരുന്നു ഇഷ്ടമായിട്ട് തന്നെ എടുത്തത് തന്നെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഷർട്ടല്ല ഇഷ്ടം, ഇപ്പോഴത്തെ പിള്ളേർ ഫ്രീക്ക് ഷർട്ടായിരുന്നു ഇഷ്ടം. ഇങ്ങനെ ഹാഫ് സ്ലീവൊക്കെ വന്നിട്ടുള്ളൊരു ഷർട്ടില്ല, അതായിരുന്നു ഇഷ്ടം. പക്ഷേ അത് നോക്കിയപ്പോൾ കൂട്ടായിട്ട് തന്നെ ഇഷ്ടമായില്ല. പറഞ്ഞു ഇത് മതി സംഗീത, ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്, കോട്ടൻ്റെ ആണ്, അവൻ ഇടാനും സുഖാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ ഷർട്ട്. ഇതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഒരു പച്ച വര ഇങ്ങനെ വരുന്നത്. പക്ഷെ അത് സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് 1.5 വയസ്സിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അത് പറ്റില്ല, അത് വല്ലാണ്ട് ചെറുതാവും. ഇതാകുമ്പോൾ 2-3 തന്നെ, പക്ഷെ ഇത് ഇത്തിരി ലൂസാണ്. കുഴപ്പമില്ല, നമുക്ക് വല്ല കല്യാണം കളവാണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ അവനൊരു ട്രൗസറാണ് എടുത്തിരിക്കുന്നത്. ജീൻസിൻ്റെ ഒന്നല്ല, സാധാരണ ഒരു സ്ട്രെച്ചബിൾ ബനിയൻ ടൈപ്പ് തന്നെ ഒരു ട്രൗസറാണ് എടുത്തിരിക്കുന്നത്. ഷർട്ടിൻ്റെ വില പറഞ്ഞില്ലേ ഞാൻ, ഷർട്ടിൻ്റെ വില 299 രൂപയായി. കൂടുതലാണ് കേട്ടോ, കുറച്ചും കൂടി ഒന്ന് ആവണം, സെറ്റാവുമെന്ന് വിചാരിക്കണു. പിന്നെ ഇത് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല, എന്നാലും നോക്കാം നമുക്ക്. ഇത് ഞാൻ ഇട്ട് നോക്കിയില്ല, അതിൻ്റെ ഇടയിൽ കുട്ടാട്ടിൻ്റെ ഡ്രസ്സ് നോക്കണതിൻ്റെ ഇടയിൽ അമ്പാടി കളിച്ച് വീണു. എന്നിട്ട് തലയുടെ ഇവിടെ അന്ന് അവിടെ മുഴക്കൊക്കെ ചെയ്തു. അതോട് കൂടിയിട്ട് പിന്നെ ഇട്ട് നോക്കലും കഴിഞ്ഞ് എനിക്ക് ടെൻഷനായിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതാണ് സത്യാവസ്ഥ. അതാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തത് കേട്ടോ. ഇത് നമ്മൾ കുട്ടായിട്ടനുള്ള ടീഷർട്ട് കേട്ടോ, ഇതൊരു നല്ല കളറാണ്. ഇതും ഒരു പച്ച ഇട്ട് നോക്കി, അപ്പോൾ എനിക്ക് ഈ കളറാണ് ഇഷ്ടമായത്, കുട്ടാനും ഈ കളർ തന്നെയാണ് ഇഷ്ടമായത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടീഷർട്ട് എടുത്തു. 399 രൂപ ടീഷർട്ടിനായിട്ടുള്ളൂ കേട്ടോ. കുട്ടായിട്ടന് അധികം ഡ്രസ്സ് എടുക്കുന്ന ആ കൂട്ടത്തിലുള്ള ആളല്ല, വളരെ കുറച്ച് ഡ്രസ്സാണ് ആൾക്ക് എടുക്കുള്ളൂ. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പ്രാന്ത് എനിക്കാണ്. പിന്നെ ഞാനാണ് കുറേ ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടോ. കുട്ടായിട്ട് അങ്ങനെയൊന്നും എടുക്കില്ല. കുട്ടായിട്ട് ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്നും കാക്കി ഷർട്ട് ഇട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്, അപ്പോൾ എനിക്ക് എന്തിനാ ഇത്ര അധികം ഡ്രസ്സ് എന്നാണ് ആൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവർക്ക് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടാനും കൂടി നോക്കിക്കോ, ടീഷർട്ട് നോക്കിക്കോ, നമുക്കൊരു ഷർട്ടും കൂടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് എടുത്തതാണ് ഈ ഒരു ടീഷർട്ട്. പിന്നെ ആളൊരു പാൻറ് എടുത്തു കേട്ടോ, അല്ലേ, ഒരു നോർമൽ പാൻറ്റില്ലേ, ആ ഒരു പാൻറ്റാണ് എടുത്തത്. ഇതൊരു പച്ചയിലൊക്കെ പറഞ്ഞത് തന്നെ, ഒക്കെ ഒരു പച്ചമയ ആയിണ്ടല്ലേ, പക്ഷെ പച്ച വിചാരിച്ച് പോയതല്ല കേട്ടോ, പച്ചവലി എടുത്തു എന്ന് മാത്രം. ബാക്കിയുള്ള കളർ എടുക്കുമ്പോൾ യൂണിഫോം കളറാന്ന് പറഞ്ഞിട്ട് ആൾ എടുക്കാനൊരു ബ്രൗൺ കാണിച്ചു കൊടുത്തു, ഒരു ബ്ലൂ ഒക്കെ കാണിച്ചു കൊടുത്തു ഞാൻ പാൻറ്റ്. അപ്പോൾ വേണ്ട, ഇല്ലാത്ത കളർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാം. ഈ ഒരു പച്ച കളർ. ഈ പാൻറ്റിന് 699 രൂപയാണ് ആയിട്ടുള്ളത്. ഇട്ട് നോക്കിയപ്പോൾ
ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റുഡിയോന്ന് എടുത്തത് കേട്ടോ. ഇത് നമ്മൾ എവിടേക്ക് പോയെന്നറിയോ? സ്റ്റുഡിയോ വയനാട് ബത്തേരിയിലാണുള്ളത്. മാക്സും ബത്തേരിയിലാണുള്ളത്. മീനങ്ങാടിയിലാണ് ട്രെൻഡ്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എനിക്ക് നോക്കി, ഞാൻ ഇവർക്ക് നോക്കണതിൻ്റെ ഇടയിൽ എനിക്ക് നോക്കി, ബില്ലടിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഞാനൊരു മഞ്ഞ ടോപ്പ് സ്റ്റുഡിയോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞ 299 ആണ്. ഞാൻ മുന്നേ അത് വീഡിയോ ഷോർട്സ് അങ്ങനെ എന്തോ ഇട്ടുണ്ട്. ആ ടോപ്പിൻ്റെ സെയിം കളർ ചേഞ്ച്, ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂവും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂവും അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ്, നേവി ബ്ലൂ, ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ മാത്രം. അതിൻ്റെ വേറൊരു ഇത്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്, ആ ഒരു പിങ്ക് ഷെയ്ഡ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ കൂട്ടായിട്ട് നീ ഇപ്പോൾ പിങ്ക് അല്ല ഇട്ടത്, പിന്നെ നീ എന്തിനാ പിങ്ക് എടുക്കണേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അത് എടുത്തില്ല. പിന്നെ എനിക്ക് അങ്ങോട്ട് നമ്മളുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ആ ഒരു ബഡ്ജറ്റിലുള്ള ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട, നമുക്ക് തൃശ്ശൂർ പോകുമ്പോൾ എടുക്കാം, മാക്സിന്നാ അങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ എടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഓൺലൈനിൽ മേടിച്ചോളാം എന്നുള്ള ഇതിൽ ഞാൻ മനസ്സിലാട്ടോ. ഞാൻ നോക്കി. പിന്നെ ഞാൻ ഒരു പാൻറ് ട്രൈ ചെയ്തു കേട്ടോ. പാൻറ് പക്ഷേ എനിക്ക് വൈറ്റ് കളറാണ് വേണ്ടിയിരുന്നത്. വൈറ്റ് അല്ല, ഒരു ക്രീമും കൂടി കളർന്നിട്ടുള്ള ഒരു വൈറ്റ് ആണുള്ളത്. ഓഫ് വൈറ്റ് ഒക്കെ ഇല്ലേ, പക്ഷേ നല്ല ട്രാൻസ്പെറൻ്റ് ആണ് അത് ഇട്ട് നോക്കിയപ്പോൾ. അപ്പം ഞാൻ ഇട്ടിട്ട് പോയ വൈറ്റ് എനിക്ക് പിന്നെയും ഇത്തിരി കട്ടിയുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അതും ഒഴിവാക്കി. അപ്പോൾ എനിക്കുള്ളത് ഞാനത് അവിടെ നിന്ന് എടുത്തില്ല. ഒന്നല്ലെങ്കിൽ തൃശ്ശൂർ പോകുമ്പോൾ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിഷോ ഉണ്ടല്ലോ, മിഷോന്ന് എടുക്കാം അങ്ങനെ വിചാരിച്ചു. മിഷോ അല്ലാകുമ്പോൾ ഇപ്പോൾ നല്ല ഓഫറുകളുണ്ടല്ലോ. സിമ്പിളാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക്, നമ്മളിപ്പോൾ കൂടുതലും ഇവിടെ പോകുന്നത് ഹോസ്പിറ്റലാണ്, ആയുർവേദ ഹോസ്പിറ്റലിലേക്കും നമ്മുടെ ലിയോ ഹോസ്പിറ്റലിലേക്കാണ് കൂടുതൽ നമ്മൾ പുറത്തേക്ക് പോകണത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അതായാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെ അപ്പോൾ ഇവരുടെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണു. എല്ലാവരും ഇഷ്ടമായില്ലേ? എല്ലാവരും ഒരു പച്ചമയ ആയില്ലേ? അതാണ് ഒരു പച്ച കളറിൽ ഈ പ്രാവശ്യമൊക്കെ ഒരു പച്ച, ലൈറ്റ് പച്ച, ഡാർക്ക് പച്ച, അങ്ങനത്തെ ഒരു പച്ച ടിൻറ്റിലേക്ക് പോയി, ഗ്രീൻ ടിൻറ്റിലേക്ക് പോയി എല്ലാ കളറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി കാണാം നമുക്ക്. ബൈ.